ശബ്ദമലിനീകരണ ചട്ടം ലംഘിച്ച് തൃശൂർ പൂരം വെടിക്കെട്ട് നടത്തിയെന്ന ആക്ഷേപത്തിൽ സത്യവാങ്മൂലം നൽകണമെന്ന് ഹൈക്കോടതി. ജില്ലാ കളക്ടർ, ADM, ജില്ലാ പോലീസ് മേധാവി എന്നിവരാണ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകേണ്ടത്. നൽകിയില്ലെങ്കിൽ ഉദ്യോഗസ്ഥർ സെപ്റ്റംബർ 18 നേരിട്ട് ഹാജരാകണമെന്നും നിർദ്ദേശം. വിശദാംശങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഇത് സംബന്ധിച്ച് ഹൈക്കോടതി എന്തൊക്കെ നിർദ്ദേശമാണ് നൽകിക്കഴിഞ്ഞത്? സുരേഷ്, തൃശൂർ പൂര വെടിക്കെട്ട് നടത്തുമ്പോൾ ശബ്ദമലിനീകരണ ചട്ടം അത് പാലിക്കാമെന്ന് നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ ഈ ഉറപ്പ് ലംഘിച്ചെന്നാരോപിച്ചുള്ള കോടതിയലക്ഷ്യ ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതി സത്യവാങ്മൂലം നൽകണമെന്നുള്ള ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത്. എതിർകക്ഷികൾ കോടതിയിൽ സത്യവാങ്മൂലം നൽകണം. അതായത് എതിർകക്ഷികൾ എന്ന് പറയുന്നത് തൃശൂർ ജില്ലാ കളക്ടർ, ADM, ജില്ലാ പോലീസ് മേധാവി ഇവരാണ്. ഇവർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകാത്ത പക്ഷം മറ്റന്നാൾ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്നുകൂടി ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. വെങ്കടാചലം എന്ന് പറയുന്ന ഒരു വ്യക്തി സമർപ്പിച്ച കോടതി ലക്ഷ്യ ഹർജിയിലാണ് നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഒരു നിർദ്ദേശം ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. അതായത് കൃത്യമായിട്ടുള്ള ചട്ടങ്ങൾ പാലിച്ചു വേണം പൂരം വെടിക്കെട്ട് നടത്താനെന്നുള്ളതായിരുന്നു നിർദ്ദേശം. പക്ഷെ അത് അപ്പാടെ ലംഘിക്കപ്പെട്ടു എന്നുള്ളതാണ് നിലവിൽ വന്നിട്ടുള്ള കോടതിയലക്ഷ്യ ഹർജിയിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വിശദീകരണം നേരത്തെ തന്നെ ഹൈക്കോടതി ചോദിച്ചതാണ്, അത് പക്ഷെ നൽകിയിരുന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് വിശദാംശങ്ങൾ കൃത്യമായിട്ട് ഉൾപ്പെടുത്തി ഒരു സത്യവാങ്മൂലം സമർപ്പിക്കാനായിട്ട് ജില്ലാ കളക്ടർ, അതോടൊപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവി, ADM ഇവർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ സത്യവാങ്മൂലങ്ങൾ സമർപ്പിക്കാത്ത പക്ഷം നേരിട്ട് ഹാജരായി മറ്റന്നാൾ വിശദീകരണം നൽകണമെന്നുള്ളതാണ് ഇടക്കാല ഉത്തരവ്. സുരേഷ്, ശരി, രേഷ്മ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.